പ്രീപോൾ സർവേകളിലും എക്സിറ്റ് പോൾ സർവേകളിലുമെല്ലാം വടകരയിൽ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനായിരുന്നു മുൻതൂക്കമെങ്കിൽ കെ ശൈലജ ടീച്ചർ മുന്നിലെന്ന് മനോരമ ന്യൂസ് VMR എക്സിറ്റ് പോൾ പ്രവചനം. UDFന് 16 മുതൽ 18 വരെ സീറ്റും LDFന് 2 മുതൽ 4 വരെ സീറ്റുമാണ് മനോരമ പ്രവചിക്കുന്നത്. MDAക്ക് സീറ്റൊന്നും കിട്ടില്ല. തിരുവനന്തപുരത്തും തൃശൂരിലും BJP സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന പല ദേശീയ എക്സിറ്റ് പോൾ സർവേകളും വ്യക്തമാക്കിയിരുന്നുവെങ്കിലും രണ്ടിടത്തും UDF സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്നാണ് മനോരമ ന്യൂസിന്റെ സർവേ ഫലം. വടകരയിൽ നേരിയ മുൻതൂക്കം മാത്രമാണ് ശൈലജ ടീച്ചർക്കുള്ളത്. സിറ്റിംഗ് സീറ്റിൽ സ്ഥാനാർത്ഥി മാറി വന്നപ്പോൾ UDFന്റെ വോട്ട് വിഹിതം 10% ഇടിഞ്ഞുവെന്ന് സർവേ ഫലം പറയുന്നു. മണ്ഡലത്തിൽ UDFൽ നിന്നും BJPയിലേക്ക് വൻതോതിൽ വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അനുമാനം. LDFന് മണ്ഡലത്തിൽ വോട്ട് കൂടുന്നില്ല, പക്ഷേ UDFന് വൻതോതിൽ വോട്ട് ചോർച്ചയുണ്ടായിട്ടുണ്ട്. 41.56% പേർ LDFന് വോട്ട് ചെയ്തു എന്നാണ് സർവേ പറയുന്നത്. അതേസമയം UDFന്റെ വോട്ട് ശതമാനം 39.65% ഇടിഞ്ഞു. BJPയുടെ വോട്ട് ശതമാനം 17% മുകളിലെത്തി. ഇടതുമുന്നണിയും UDFും തമ്മിലുള്ള വ്യത്യാസം 1.91% മാത്രമാണ്. BJPയുടെ വോട്ട് ശതമാനം വർദ്ധിച്ചതാണ് ഇവിടെ UDFനെ ബാധിച്ചത്. കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പൊന്നാനി, തൃശൂർ, ചാലക്കുടി, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, മാവേലിക്കര, കൊല്ലം, ആറ്റിങ്ങൽ, തിരുവനന്തപുരം എന്നീ മണ്ഡലങ്ങളാണ് എക്സിറ്റ് പോളിൽ UDF ഉറപ്പിക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കരയിൽ വളരെ ചെറിയ ഭൂരിപക്ഷത്തിനായിരിക്കും വിജയിച്ച് കയറുക എന്നാണ് പ്രവചനം. LDF സ്ഥാനാർത്ഥിയുമായുള്ളത് വെറും 1.6% വോട്ട് വ്യത്യാസം മാത്രമായിരിക്കും. പാലക്കാടാണ് LDF നേരിയ ഭൂരിപക്ഷത്തിൽ വിജയം സ്വന്തമാക്കുന്ന മറ്റൊരു മണ്ഡലം. 1.14% വോട്ട് വിഹിതത്തിന്റെ വ്യത്യാസത്തിലാണ് VK ശ്രീകണ്ഠനെ A വിജയരാഘവൻ വീഴ്ത്തുക. ആലത്തൂരിൽ K രാധാകൃഷ്ണനും രമ്യ ഹരിദാസും 41% വീതം നേടി ഒപ്പത്തിനൊപ്പം വരുന്നു. മണ്ഡലം എവിടേക്ക് വേണമെങ്കിലും ചാഞ്ചാടാം. രമ്യ ഹരിദാസിനേക്കാൾ വെറും 0.42% മാത്രം പിന്നിലാണ് രാധാകൃഷ്ണൻ. ഇത് വോട്ടെണ്ണലിൽ മാറാൻ സാധ്യത നിലനിൽക്കുന്നുണ്ട്. എക്സിറ്റ് പോളിൽ പങ്കെടുത്ത 40.96% പേരും UDFനാണ് വോട്ട് ചെയ്തതെങ്കിൽ 40.54% LDFനൊപ്പം നിന്നു എന്ന് സർവേ പറയുന്നു. 17.49% വോട്ട് BJPക്കാണ് ലഭിച്ചത്. ആലപ്പുഴയിൽ അനായാസ ജയം KC വേണുഗോപാൽ നേടുമെന്നും സർവേ പറയുന്നു. 11.1% കൂടുതൽ വോട്ടുകൾ KC വേണുഗോപാലിന് എക്സിറ്റ് പോളിൽ ലഭിച്ചു. ആരിഫിന് 32.78% വോട്ട് മാത്രം. കണ്ണൂരിൽ ആർക്കും മുൻതൂക്കം കൂടുതലുണ്ടെന്ന് പറയാനാവാത്ത അവസ്ഥയാണ്. സർവേയിൽ K സുധാകരനും MV ജയരാജനും 42% വോട്ട് വീതമാണ് ലഭിച്ചിരിക്കുന്നത്. BJP സ്ഥാനാർത്ഥി രഘുനാഥിന് 12.4% വോട്ടും ലഭിച്ചു. കേരളത്തിൽ LDFന് 35.09% വോട്ടും UDFന് 42.46% വോട്ടും NDAക്ക് 18.64% വോട്ടും ലഭിക്കുമെന്നും സർവേ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് കലാകൗമുദി.